എല്ലാവർക്കും നമസ്കാരം. എന്തുകൊണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാകും. ഇവിടെ അമേരിക്കയിൽ കാലിഫോർണിയയിൽ ലോസ് ആഞ്ചലസിൽ തീ പിടിച്ചിരിക്കുകയാണ്. കാട്ടുതീയാണ് വ്യാപിച്ചിരിക്കുന്നത്. ഇഷ്ടംപോലെ ബിൽഡിംഗ് കത്തി നശിച്ചു. വളരെയേറെ കോടികൾ നാശനഷ്ടം. ഒത്തിരി പേരെ ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. സാന്താമോണിക്ക എന്ന് പറഞ്ഞ ഏരിയയിലാണ് ആദ്യമായിട്ട് തീ തുടങ്ങുന്നത്. പാലിസൈഡ് എന്ന് പറയുന്നത് സാന്താമോണിക്ക ഏരിയക്ക് വരും. അതായത് ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയയാണ്, ബീച്ച് സൈഡ്, ഇതെല്ലാം കൂടെ ചേർന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് ഈ തീ തുടങ്ങുന്നത്. പിന്നെ അവിടുന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് കുറച്ച് വ്യാപിച്ചു. പിന്നെ അതുകൂടാതെ ഇൻഡിപെൻഡൻ്റായിട്ട് പല സ്ഥലത്തും തീ തുടങ്ങുകയും ചെയ്തു പുതിയതായിട്ട്. അപ്പം എങ്ങനെയാണ് ഇവിടെ കാട്ടുതീ വ്യാപിക്കുന്നത്? കാട് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ നാട്ടിലെ നിബിഡ വനങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഇവിടെ നിബിഡ വനമൊന്നുമില്ല, വെറും പുൽമൈതാനം. അതിനാണ് കാടെന്ന് പറയുന്നത്. അവിടെ ഒരു 2 അടി ഹൈറ്റുള്ള പുല്ലുണ്ടാകും. ആ പുല്ല് ചൂട് സമയത്ത് നല്ല ചൂടായിട്ട് നിൽക്കും. പിന്നീട് കാറ്റ് വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. കാറ്റ് വരുമ്പോൾ പുല്ല് പരസ്പരം ഉരസി തീ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ തീ പുല്ലേരൊക്കെ തീ പിടിക്കുക വെച്ചാൽ നമ്മുടെ ഈ പശുവിന് കൊടുക്കുന്ന വൈക്കോലെ തീ പിടിക്കുന്ന പോലെ പെട്ടെന്ന് പടരും. കാട്ടിലെ തീ അങ്ങനെ പെട്ടെന്ന് വ്യാപിക്കത്തില്ല. കാര്യം പല തടസ്സങ്ങളുണ്ട്, വലിയ വലിയ മരങ്ങളുണ്ട്. ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അത് വ്യാപിക്കും. അതിന് സമീപത്തുള്ള വീടുകളിലേക്ക് പടർന്ന് പിന്നെ അത് കാറ്റ് കാരണം വളരെയേറെ ദൂരത്തേക്ക് അത് വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം കാറ്റില്ലെങ്കിൽ 1-2 വീടിന് തീ പിടിച്ചാൽ അത് പെട്ടെന്ന് അത് ഫയർഫോഴ്സുകാർക്ക് വന്ന് അണയ്ക്കാൻ പറ്റും. പക്ഷേ ഈ കാറ്റുള്ളപ്പോൾ പറന്ന് പോവുകയാണ്. തീ പല ഏരിയയിലോട്ടും തീ വ്യാപകമായിട്ട് പിടിച്ചിരും. അതായത് ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ഫ്രണ്ടിൽ ഒരു വിറക് വെച്ച് തീയിടാനോ അല്ലെങ്കിൽ കുറച്ച് കരിയില കൂട്ടി തീയിടാനോ ഒന്നും അനുമതിയില്ല. കാര്യം ഇതൊക്കെ തന്നെയാണ്. തീ അവിടെ ഇട്ടാൽ കാറ്റ് വന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ച് മറ്റ് വീടുകളിലേക്ക് പടർന്ന് വലിയ തീപിടുത്തം ഉണ്ടാകും. അങ്ങനെ തീയിട്ടാൽ നേരെ നമ്മൾ ജയിലിൽ പോയി കിടക്കും. വലിയ കുറ്റമാണ്. നമുക്ക് ഗ്യാസ് വീട്ടിൽ കത്തിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രിക് സ്റ്റൗ ഓൺ ചെയ്യാം, ബാർബിക്യൂ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അതൊക്കെ ഉള്ളൂ പറ്റുന്നത്. ഓപ്പണായിട്ട് നമുക്ക് തീയിടാൻ അനുമതിയില്ലാത്തതിൻ്റെ പ്രധാന കാരണം ഇതാണ്. പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ചുറ്റും തീയാണ്. കെന്നത്ത് ഫയർ, പാലിസൈഡ്, പിന്നെ ഈറ്റൺ, അങ്ങനെ 4 സൈഡ് തീയാണ്. ആ വൈറ്റ് സർക്കിളിൽ കാണുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. അതായത് കെന്നത്ത് ഫയർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത്. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ആ പുകകളൊക്കെ കാണാം. അതാണ് നമ്മൾ ഇവിടെ എല്ലാം ഇവാക്യുവേഷൻ ഓർഡർ എത്തി റെഡിയായി എന്നോളം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തു. നമ്മൾ പോകണോ വേണ്ട എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുകയാണ്. സാധനങ്ങളെല്ലാം കാറിൽ പാക്ക് ചെയ്തിട്ട് നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ മെയ് എന്ന് പറയുന്ന സമയത്താണല്ലോ ഏറ്റവും ചൂട് കൂടുതൽ. ജൂൺ ജൂലൈയിൽ മഴയും. അമേരിക്ക ഈ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തും ഒക്കെ ജൂൺ ജൂലൈയിലും, ഞങ്ങൾ താമസിക്കുന്ന മിക്കവാറും സ്ഥലത്ത് ഏരിയയിലൊക്കെ ജൂൺ ജൂലൈ നല്ല ചൂടാണ്. ആ സമയത്താണ് ഈ തീ ഉണ്ടാകാറുണ്ട്. തീ നമുക്കറിയാം എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട്. അത് നമുക്ക് കാണുകയും ചെയ്യാം, ദൂരെയായിട്ട് കാണാം. പക്ഷേ ആ സമയത്ത് ഈ ഫയർഫോഴ്സ് വന്ന് അണയ്ക്കാറുമുണ്ട്. ലോസ് ആഞ്ചലസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സിറ്റിയിലേക്ക് തീ പടരുന്നത്. അതായത് ബെവർലി ഹിൽസ്, നിങ്ങൾക്കറിയാം ബെവർലി ഹിൽസ് എന്ന് പറഞ്ഞാൽ ഹോളിവുഡ് സെലിബ്രിറ്റികൾ താമസിക്കുന്ന സ്ഥലമാണ്. വളരെയേറെ പോഷ് ഒരു ഏരിയയാണ്. അപ്പോൾ ആ ബെവർലി ഹിൽസിലും തീ പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ ഫേമസ് ഹോളിവുഡ് സെലിബ്രിറ്റികളൊക്കെ ആയ പാരിസ് ഹിൽട്ടൺ, മാൻഡി മോർ, അന്ന ഫാരിസ്, ജെയിംസ് വുഡ് തുടങ്ങിയവരുടെ വീടുകളെല്ലാം കത്തി നശിച്ച് അവരിവിടുന്നെല്ലാം വിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ എത്രയോ പേർ. അതുകൂടാതെ നമ്മുടെ AR റഹ്മാൻ്റെ വീടും ആ ഭാഗത്തൊക്കെ തന്നെയായിരുന്നു, ബെവർലി ഹിൽസിൽ. ഞാൻ പണ്ടൊരു തവണ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്കറിയില്ല എൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗത്തും തീ പടർന്നു പിടിച്ച് ഇവിടെ മൊത്തം വളരെയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഏതാണ്ട് 10,000-ഓളം ബിൽഡിങ്ങുകളും കടകളും മറ്റ് ബിൽഡിംഗ് സ്ട്രക്ചറുകളും വീടുകളും എല്ലാം കൂടെ ചേർന്ന് നശിപ്പിച്ചിട്ടുണ്ട് ഈ തീ. അതുകൂടാതെ $150 ബില്യൺ നാശനഷ്ടമാണ് ഇതുവരെ കണക്കാക്കപ്പെട്ടത്. 2 ലക്ഷത്തോളം പേരെ ഇവാക്യുവേറ്റ് ചെയ്തു ഇവിടുന്ന്. കാര്യം സിറ്റിയിലോട്ട് ഇങ്ങനെ ഇറങ്ങി തീ പിടിക്കുന്നത് വളരെ റെയറാണ്. ഇതിപ്പോൾ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ആണോ എന്നറിയത്തില്ല. ചിലടത്ത് മഴ പെയ്യാത്തടത്ത് മഴ, സ്നോ ഇല്ലാത്ത സ്നോയ, തീ പിടിക്കാത്തടത്ത് തീയ് എന്ന് പറഞ്ഞ പോലെ എല്ലായിടത്തെയും കാലാവസ്ഥ മാറി മറിയുകയാണ്. ഇപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ന്യൂസ് വന്നു, ഞങ്ങളുടെ ഭാഗത്ത് തൽക്കാലം തീ കുറച്ചൊന്ന് ശാന്തമായിട്ടുണ്ട്. ഇപ്പം ഇറങ്ങണ്ട എന്നുള്ള സമ്മാനത്തിൽ ഇപ്പം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാധനമെല്ലാം വണ്ടിയിൽ പാക്ക് ചെയ്തിരിക്കുകയാണ്. എപ്പോൾ വേണേൽ ഇറങ്ങി എവിടെയോട്ട് പോകാമെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിലും പലരുടെയും വീട്ടിൽ അവരും ഇതുപോലെ റെഡി ആയിട്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും ഈ തീയില്ലാത്ത സ്ഥലത്തോ എവിടെയെങ്കിലും പോയി നമ്മൾ നിൽക്കാനേ പറ്റത്തുള്ളൂ.
തീയില്ലാത്ത ഏതെങ്കിലും ഏരിയയിൽ പെട്രോൾ പമ്പിൻ്റെ അടുത്തോ എല്ലാം പോയി നമുക്ക് സ്റ്റേ ചെയ്യാം. അല്ല ഹോട്ടലൊക്കെ മിക്കവാറും ഫുള്ളാണ് ഇവിടെ, ആൾക്കാരൊക്കെ അങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്. അത് കാരണം അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് വലിയ ത്രെറ്റായിട്ട് ഒരു തീ അവിടെ ഇല്ല, അടഞ്ഞ് കിടക്കുകയാണ്. എങ്കിലും തീ എപ്പോഴും നമ്മൾ ചുറ്റും ഉണ്ടെന്നുള്ള ഒരു ചിന്തയുണ്ട്. തീ ഇങ്ങനെ ഭീകരമായിട്ട് വ്യാപിക്കാൻ വേറൊരു കാരണങ്ങളുണ്ട്. ഇവിടെ വീട് പണിയുന്നത് തടി കൊണ്ടാണ്. 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഭൂമി കുലുക്കം കൂടുതലും ഉള്ള പ്രദേശമാണ് ഈ ഭാഗം. തന്നെയല്ല കാലാവസ്ഥ. രണ്ടാമത്തെ കാര്യം വെച്ചാൽ കാലാവസ്ഥ വളരെ എക്സ്ട്രീം ലെവൽ തണുപ്പും ചൂടും അനുഭവപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ഈ തടി കൊണ്ടുള്ള വീട് പണിയുന്നത്. അപ്പം ഈ വീഡിയോകളെല്ലാം നമ്മൾ പല ന്യൂസ് ചാനലിൻ്റെ അടുത്താണ്. നമുക്ക് വെളിയിൽ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഗവൺമെൻറ് ഇവിടെ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫ്ലൈറ്റിലും ഹെലികോപ്റ്ററിലും മറ്റ് ഫയർഫോഴ്സും ഒക്കെ പല രീതിയിൽ തീ അണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവർ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും വലിയ ഏക്കർ കണക്കിന് തീ പിടിച്ചിരിക്കുന്നത്. അത് കാരണം ശരിക്കും അങ്ങോട്ട് അണയ്ക്കാൻ പറ്റുന്നില്ല. അതാണ് ഒരു മെയിൻ പ്രശ്നം. കാര്യം അവർക്കൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ, ചില ഏരിയയിൽ നിന്ന് എത്തിപ്പെടത്തില്ല. അത് അവിടെ സ്ഥലത്താണ് അവർ ഫ്ലൈറ്റ് വെച്ച് അത് തീ കെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ എല്ലാം പെട്ടെന്ന് ശമിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.